അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ്. പി ബി ജെയിംസ് ചേരുന്നുണ്ട്. വെൽക്കം പി ബി ജെയിംസ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് പ്രവിത. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണം, അതിൽ മരണസംഖ്യ ഉയരുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? പ്രവിത, ഇസ്രായേൽ ലെബനൻ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും യുദ്ധത്തിന് സമാനമായ അവസ്ഥയാണ്. ലെബനനിലെ ഏതാണ്ട് 220 കേന്ദ്രങ്ങളിലാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമണം നടത്തിയത്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 92 പേർ കൊല്ലപ്പെട്ടു എന്ന വിഷമകരമായ വാർത്തയാണ് വരുന്നത്. അതിൽ കൂടുതലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ ഹെസ്ബുള്ളയുടെ കമാൻഡർ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് സുരൂർ എന്ന ഹെസ്ബുള്ളയുടെ ഒരു കമാൻഡർ ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരുന്നത് ലെബനൻ തിരിച്ച് റോക്കറ്റുകൾ അയക്കുന്നു. അത് ചിലത് ടെലവീവിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പലതും അയൺ ഡോമിൽ തട്ടി വീണു. പക്ഷെ അതിനേക്കാൾ ഒരുപക്ഷെ അമ്പരപ്പിക്കുന്നത് യമനിൽ നിന്ന് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെലവീവിലേക്ക്. അതും തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹൂതികൾ കൂടി യുദ്ധത്തിലേക്ക് വരുന്നതിൻ്റെ സൂചനയാണ് കാണുന്നത്. ഹെസ്ബുള്ളയുമായി ലെബനനിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദ്വിമുഖമായിട്ട് 2 യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഇസ്രായേൽ തിരിച്ച് ഹെസ്ബുള്ളയും ഹമാസും തിരിച്ചടിക്കുകയും ചെയ്യുന്നു. ഇറാനാണെങ്കിൽ ഇതെല്ലാം നോക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹെസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ശക്തി ഇറാനാണ്. ഹൂതികളും ഇറാനിൽ നിന്നാണ് ആയുധങ്ങൾ സ്വീകരിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില മിസൈലുകൾ, കപ്പൽ വേദക മിസൈലുകൾ ഹൂതികൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു. എന്തായാലും ഹൂതികളും ഇവർ 3 പേരും ചേർന്നുള്ള ഒരു ഫൈറ്റാണ് നമ്മൾ കാണുന്നത് ഇസ്രായേലുമായിട്ട്. ഇസ്രായേലിനോട് അമേരിക്ക അടക്കം ലോക രാജ്യങ്ങൾ പറഞ്ഞിരുന്നു 21 ദിവസത്തേക്ക് വെടിനിർത്തണം, പിന്മാറുക. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് സത്യം പറഞ്ഞ പരിഹസിച്ച് തള്ളിയിരിക്കുകയാണ്. വളരെ ശക്തമായിട്ട് ഫുൾ ഫോഴ്സിൽ ഞങ്ങൾ ആഞ്ഞടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ ആവശ്യമൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടനടക്കം, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ ഖത്തർ, സൗദി അറേബ്യ, UAE അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏതാണ്ട് ഹിറ്റ്ലറെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഹെസ്ബുള്ളയ്ക്കും ഹമാസിനുമല്ല ഏൽക്കുന്നത് സാധാരണക്കാരായ കുട്ടികളും സ്ത്രീകളുമാണ് ഈ അവിടെ മരിച്ചു വീഴുന്നത്. അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് അറിയപ്പെടുന്നത്. ജബാലിയ ക്യാമ്പിലാണ് ഗസയിൽ കയറി ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ. അവിടെയും 19 പേർ തൽക്ഷണം മരണമടഞ്ഞു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. ഇത് യുദ്ധം എസ്കലേറ്റ് ചെയ്യരുത്, അത് വ്യാപിപ്പിക്കരുത് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. കേൾക്കുന്നില്ല. UN ജനറൽ അസംബ്ലിയിൽ വലിയ രീതിയിലുള്ള ആവശ്യം ഉയർന്നു. UN ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യങ്ങളൊന്നും കേൾക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല. ജെയിംസ്, അതിനിടെ അമേരിക്കയിലേക്ക് ഒരുപക്ഷെ വലിയ അപകടം ഉണ്ടാക്കാനിടയുള്ള വലിയ ഭീതി വിതയ്ക്കുന്ന ഒരു കൊടുങ്കാറ്റ് എത്തുന്നുണ്ടല്ലോ, അതിന് മുന്നൊരുക്കം എന്താണ് അവിടെ? അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഹാഷ്മി അപകടം വിതയ്ക്കുന്ന ഹെലീന കൊടുങ്കാറ്റ് ഏതാണ്ട് എത്തിയാണ് വാർത്ത വരുന്നത്. ഇപ്പോൾ തന്നെ കൊടുങ്കാറ്റ് ചില ഭാഗങ്ങളിൽ എത്തിയത് ഒരാൾ മരണമടഞ്ഞിട്ടുണ്ട്. അത് 215 കിലോമീറ്റർ മണിക്കൂറിൽ ആഞ്ഞു വീശുന്ന കാറ്റാണ്. 215 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു കാറ്റിൻ്റെ വേഗം 80 കിലോമീറ്റർ 90 കിലോമീറ്റർ എന്നൊക്കെയാണ്. പക്ഷേ അമേരിക്കയുടെ തീരപ്രദേശമായിട്ടുള്ള ഫ്ലോറിഡയിൽ എത്തുന്ന കാറ്റിൻ്റെ വേഗത കാറ്റഗറി 4ൽ പെടുത്തിയിരിക്കുന്നു. 215 കിലോമീറ്റർ വേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ അപകടം വിതയ്ക്കുന്നതാണെന്ന് അവിടുത്തെ ഗവർണർ റോൺ ഡി സാൻഡിസ്, അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ മത്സരിച്ച ആളാണ്, അദ്ദേഹം പറയുന്നു വലിയ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്, ഒരുപാട് മരണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഇന്ന് ടൊർണാഡോ അല്ലെങ്കിൽ ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ വിഭാഗത്തിൽ തന്നെ പെടുത്തണം. 2 ലക്ഷം പേരെ ഒഴിപ്പിച്ചു എന്ന് പറയുന്നു. എന്തായാലും 2 ലക്ഷം പേർ ഉള്ള മേഖലയിലാണ്, ഫ്ലോറിഡയുടെ തലസ്ഥാനമടക്കമുള്ള മേഖലയിലാണ് ഇത് ആഞ്ഞു വീശാൻ പോകുന്നത്. അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഫ്ലോറിഡയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് കൊടുങ്കാറ്റ് അടിക്കാറുണ്ടെങ്കിലും ഇത്രയും തീവ്രമായ കൊടുങ്കാറ്റ് വരുന്നത് ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും ഇതാദ്യമായിട്ടാണെന്ന് പറയേണ്ടി വരും. എന്തായാലും ഫ്ലോറിഡയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ന്യൂയോർക്കിൽ അവിടുത്തെ കറുത്ത വംശജനായ ആദ്യ മേയർ എറിക് ആഡംസിനെതിരെ വലിയ അഴിമതി ആരോപണം വന്നിരിക്കുന്നു. അതിൽ കഴമ്പുണ്ടെന്നുള്ള സൂചനകൾ വന്നിരിക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് പോകുമെന്നാണ് അടുത്ത ദിവസങ്ങളിൽ വാർത്ത വരുന്നത്. ന്യൂയോർക്ക് പോലെയുള്ള ഒരു സിറ്റിയിൽ
അവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയാണ്. ഒരു കറുത്ത വംശജൻ അധികാരത്തിൽ മേയറായി വന്നതിൽ എല്ലാവരും വലിയ രീതിയിൽ ആഹ്ലാദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അഴിമതി കേസിൽ കുടുങ്ങി പുറത്തു പോകുന്നു എന്ന വാർത്ത കൂടി അമേരിക്കയിൽ നിന്ന് വരുന്നു. ഹാഷ്മി പ്രവിത. താങ്ക് യു പി ജെയിംസ്. താങ്ക് യു.